ഹലോ ഫ്രണ്ട്സ്, 2 ദിവസത്തെ കൊടൈക്കനാൽ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നും സമയം വേസ്റ്റാക്കാതെ കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി എവിടെ താമസിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ആദ്യമായി പൊള്ളാച്ചി പളനി വഴിയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ പളനിമല ശ്രീ മുരുകൻ ക്ഷേത്രം നിങ്ങളുടെ കാഴ്ചയെ അപഹരിക്കുന്നതാണ്. ദൈവികമായ സ്ഥലമായതിനാലും ഭക്തിയോടെ മാത്രം സന്ദർശിക്കേണ്ട സ്ഥലമായതിനാലും പലരും കൊടൈക്കനാൽ യാത്രയിൽ ക്ഷേത്രദർശനം നടത്താറില്ല. എങ്കിലും ശ്രീ മുരുകനെ പ്രണമിച്ച് നമുക്ക് യാത്ര തുടങ്ങാം. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചുരം കയറാൻ തുടങ്ങുമ്പോൾ ഒരു 10 കിലോമീറ്ററിനുള്ളിൽ പാലാർ ഡാമിൻ്റെയും റിസർവോയറിൻ്റെയും മനോഹരമായ താഴ്വാര കാഴ്ചകൾ കിട്ടിത്തുടങ്ങും. കാലാവസ്ഥ തെളിഞ്ഞതാണെങ്കിൽ ഡാമിൻ്റെ റിസർവോയറിൽ മെയ്യുന്ന ആട്ടിൻപറ്റങ്ങളുടെ കാഴ്ച ഒരു കാഴ്ച തന്നെയാണ്. കൊടൈക്കനാലിലേക്ക് ഇനി അധിക ദൂരമില്ല എന്നറിയിച്ചുകൊണ്ട് സിൽവർ കാസ്കാഡ് വാട്ടർഫാൾ ചുരം റോഡിൽ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ കൊടൈക്കനാൽ ടൗണിൽ അല്ലെങ്കിൽ താമസിക്കുന്ന ഹോട്ടലിൽ അവസാനിപ്പിക്കാം. സന്ധ്യക്കാണ് എത്തുന്നതെങ്കിൽ കൊടൈക്കനാൽ ലേക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. സന്ധ്യാസമയത്തും രാത്രിയിലും കൊടൈക്കനാൽ ലേക്കിൻ്റെ ഓരങ്ങൾ സജീവമായിരിക്കും. അവധി ദിവസങ്ങളിലാണെങ്കിൽ നല്ല തിരക്കും പ്രതീക്ഷിക്കാം. രണ്ടാം ദിനം നമുക്ക് കൊടൈക്കനാൽ ലേക്കിൽ നിന്നു തന്നെ ആരംഭിക്കാം. ഇവിടെ സൈക്കിളുകൾ വാടകയ്ക്ക് കിട്ടും. ലേക്കിന് ചുറ്റും അതിൽ സവാരി നടത്താം. ലേക്കിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യവും ഉണ്ട്. കൊടൈക്കനാൽ ലേക്കിൻ്റെ തൊട്ടടുത്തായി തന്നെയാണ് ബ്രയാൻ പാർക്ക് ഉള്ളത്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള കൊടൈക്കനാൽ ഫ്ലവർ ഷോ നടക്കാറുള്ളത്. വേനൽക്കാലത്താണ് അത് നടക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്ന HD ബ്രയാൻ്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. ബ്രയാൻ പാർക്കിൽ നിന്നും 10 മിനിറ്റ് ദൂരം മാത്രമുള്ള ഒരു സ്ഥലമാണ് കോക്കേഴ്സ് വാക്ക്. ബ്രിട്ടീഷ് ആർമിയിലെ ലെഫ്റ്റനൻ്റ് ആയിരുന്ന കോക്കേഴ്സ് 1872 പണിതതാണിത്. 1 കിലോമീറ്റർ ദൂരമുള്ള നടപ്പാതയാണിത്. ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് ആണ് അടുത്തത്. പേര് പോലെ തന്നെ ഡോൾഫിൻ്റെ നോസ് പോലുള്ള ഒരു പാറയാണിത്. കുറച്ച് ദൂരം നടന്ന് വേണം ഇവിടെ എത്താൻ. സുരക്ഷിതമായി മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ പാടുള്ളൂ. അടുത്തതായി നമുക്ക് ഗ്രീൻ വാലി വ്യൂ പോയിൻറ്റിലേക്ക് പോകാം. മുന്നേ സൂയിസൈഡ് പോയിൻ്റ് എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. 5 കിലോമീറ്ററാണ് ലേക്കിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം കൂടി സഞ്ചരിച്ചാൽ പൈൻ ഫോറസ്റ്റിലേക്ക് എത്താം. നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണിത്. പൈൻമരക്കാടുകൾക്കിടയിലൂടെ ഊളിയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടുന്ന് മടങ്ങാം. ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. ഇനിയാണ് ഫേമസ് ആയിട്ടുള്ള ഗുണ കേവ് ഉള്ളത്. മഞ്ഞുമ്മൽ ബോയ് സിനിമ വന്നതിന് ശേഷം ഇവിടേക്ക് മലയാളികളുടെ ഒഴുക്കാണ്. കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വേരുമരവും കോട നിറഞ്ഞ കാടുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന കൂറ്റൻ പാറകൾ തൂണുകൾ പോലെ കുത്തനെ നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ പോകാം. ഗുണ കേവിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് മോയർ പോയിൻ്റ് എന്ന സ്ഥലമുള്ളത്. ഇവിടെയും വിശാലമായ താഴ്വാര കാഴ്ചകളാണ്. ഇനി ഈ ദിവസത്തെ അവസാനത്തെ കാഴ്ചകൾക്കായി കൊടൈക്കനാൽ ഗോൾഫ് ക്ലബിൻ്റെ കാഴ്ചകൾ കാണാൻ പോകാം. ഇവിടെ അകത്തേക്ക് പ്രവേശനമില്ല. അംഗങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. എങ്കിലും പുറമേ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാം. ഇത്ര സമയം പറഞ്ഞത് കൊടൈക്കനാൽ ലേക്കിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഇനി കൊടൈക്കനാലിൽ നിന്നും 45 കിലോമീറ്റർ ദൂരെ റിസർവ് ഫോറസ്റ്റിലൂടെ സഞ്ചരിച്ച കൊടൈക്കനാൽ ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകളാണ്. സഞ്ചാരികൾ സ്വിറ്റ്സർലൻഡിനോടാണ് ഈ ഗ്രാമീണ കാഴ്ചകളെ ഉപമിക്കാറ്. തീർച്ചയായും 2ാം ദിവസം ഈ കാഴ്ചകൾക്കായി മാറ്റിവെക്കാം. കൊടൈക്കനാൽ ലേക്കിൽ നിന്നും 26 കിലോമീറ്റർ പൈൻമര കാഴ്ചകൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ എത്തുന്നത് പൂമ്പാറ വില്ലേജിലേക്കാണ്. കുന്നുൻമേടുകളിലെ തട്ടുതട്ടായുള്ള കൃഷിയിടവും അവരുടെ ഗ്രാമങ്ങളും ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. പൂമ്പാറ വില്ലേജ് കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ കൂക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. നിരവധി തമിഴ് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് കൂക്കൽ വെള്ളച്ചാട്ടം. കൂക്കൽ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നേരെ നമുക്ക് മന്നവന്നൂർ എന്ന ഗ്രാമത്തിലേക്ക് പോകാം. അവിടെ ഷീപ്പ് ആൻഡ് റാബിറ്റ് ഫാം കാഴ്ചകൾ സ്വപ്നലോകത്തിലെന്ന പോലെയാണ്. ഫാമിൻ്റെ മുന്നിലായി മലയാളികൾ നടത്തുന്ന കടകളുണ്ട്. അവിടുന്ന് വെളുത്തുള്ളിപ്പടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് ലഘുഭക്ഷണവും ആവാം.
ഇവിടുന്ന് അധികം ദൂരമല്ലാതെയാണ് മന്നവന്നൂർ ഇക്കോ പാർക്ക് ഉള്ളത്. മന്നവന്നൂർ ഇക്കോ പാർക്കിനുള്ളിലാണ് മന്നവന്നൂർ ലേക്ക് ഉള്ളത്. ഇവിടെ നമുക്ക് കുതിരസവാരി നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മന്നവന്നൂർ ലേക്കിൻ്റെ ഭംഗിയിൽ മയങ്ങി അധിക സമയം ചെലവഴിക്കാതെ അവസാനമായി നമുക്ക് കൊടൈക്കനാൽ ഗ്രാമങ്ങളുടെ ഹൈലൈറ്റായ പൂണ്ടി എന്ന ഗ്രാമത്തിലേക്ക് പോകാം. വിശേഷണങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. ആയതിനാൽ കൂടുതൽ വിശേഷണങ്ങളൊന്നുമില്ല, നേരിട്ട് കണ്ടു തന്നെ അനുഭവിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിട്ടുള്ളപ്പോഴൊക്കെ താമസിച്ചത് ഹോസ്റ്റല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വില്ലയിലാണ്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള വില്ലയാണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഫാം ട്രക്കിംഗ്, ക്യാമ്പിംഗ് അങ്ങനെ പലതരം എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് ഇവിടെ. ഒരു രാത്രി മുഴുവൻ പുഴയുടെ കരയിൽ ടെൻ്റടിച്ച് കിടക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണിത്. എല്ലാവർക്കും നല്ലൊരു കൊടൈക്കനാൽ ട്രിപ്പ് ആശംസിക്കുന്നു.